ഒരു കള്ളനും പോലീസും തമ്മിൽ കൂട്ടുകൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനും തട്ടിപ്പുകാരിയും തമ്മിൽ കല്യാണം കഴിച്ചാലോ? അതോടെ തട്ടിപ്പിന് കാക്കിയുടെ മറയുണ്ടാകുമല്ലേ? കോഴിക്കോട്ടെ ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന സുരേഷ് ബാബു 2 വർഷം മുൻപാണ് പിടികിട്ടാപ്പുള്ളിയായിരുന്ന നുസ്രത്തിനെ വിവാഹം കഴിച്ചത്. അഭിഭാഷക ചമഞ്ഞും ജോലി വാഗ്ദാനം ചെയ്തുമൊക്കെ കോടികൾ തട്ടിയെടുത്ത പോലീസ് ഉന്നതന്റെ ഭാര്യയ്ക്കെതിരെ 15ഓളം കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ജ്വല്ലറി ഉടമയിൽ നിന്ന് 2.5 കോടി രൂപ തട്ടിയ കേസിൽ സസ്പെൻഷനിലായതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. സുരേഷ് ബാബു മുൻപും ഒന്നിലേറെ ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇയാളുടെ ഭാര്യ നുസ്രത്ത് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടത് ഉന്നത സ്വാധീനം ഉപയോഗിച്ചെന്നും സൂചനയുണ്ട്. ജ്വല്ലറി ഉടമ അബ്ദുൾ സലാം 2023 കൊല്ലം പാരിപ്പള്ളി ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി 49.25 കോടി രൂപ ലോൺ എടുത്തിരുന്നു. എന്നാൽ കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ തിരിച്ചടവ് മുടങ്ങി. പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ തുക തിരിച്ചുപിടിക്കാൻ ബാങ്ക് ട്രൈബ്യൂണലിനെ സമീപിച്ചു. ജപ്തി നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ അബ്ദുൾ സലാം സുഹൃത്തായ ഡോക്ടർ ബാലചന്ദ്രക്കുറുപ്പിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇയാളാണ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് ബാബുവിനെ പരിചയപ്പെടുത്തിയത്. പലിശ സഹിതം 52 കോടിയോളമായ ബാധ്യത 25 കോടിയാക്കി കുറച്ചു നൽകാമെന്ന് അവർ ഉറപ്പു നൽകി. തുടർന്ന് ബാങ്കിൽ മുൻകൂർ അടയ്ക്കാനെന്ന് പറഞ്ഞ് 2.51 കോടി രൂപ വാങ്ങുകയായിരുന്നു. എന്നാൽ പ്രശ്നം തീരാതെ വന്നതോടെ പണം ആവശ്യപ്പെട്ടപ്പോൾ വ്യാപാരിയെ ഇരുവരും ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. സുരേഷ് ബാബുവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയതിന്റെ രേഖകൾ സഹിതമാണ് ജ്വല്ലറി ഉടമ പരാതി നൽകിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അന്വേഷണ വിധേയമായി സുരേഷ് ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്. മുൻപും ഒന്നിലേറെ ആരോപണങ്ങളിൽ കുടുങ്ങിയയാളാണ് സുരേഷ് ബാബു. കേസിലെ 2ാം പ്രതിയും സുരേഷ് ബാബുവിന്റെ ഭാര്യയുമായ തൃശൂർ ചെറുവത്തേരി സ്വദേശിനി നുസ്രത്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പു കേസുകളിൽ പ്രതിയാണ്. നുസ്രത്ത് പിടികിട്ടാപ്പുള്ളിയായിരിക്കെയാണ് 2 വർഷം മുമ്പ് ഇവർ വിവാഹിതരായതെന്നത് പോലീസ് സേനയ്ക്കുള്ളിൽ ചർച്ചയായിരുന്നു. സുരേഷ് ബാബു തൃശൂരിൽ സഹകരണ വിജിലൻസ് ഡിവൈഎസ്പി ആയിരിക്കെ 2 വർഷം മുൻപ് ഭാര്യ നുസ്രത്ത് അറസ്റ്റിലായിരുന്നു. വിവിധ ജില്ലകളിലായി പല സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ 15ഓളം തട്ടിപ്പു കേസുകൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലായിരുന്നു അറസ്റ്റ്. ഹൈക്കോടതി അഭിഭാഷക ചമഞ്ഞും റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങളിൽ ഇടനിലനിന്നും റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്തും പലരിൽ നിന്നായി വൻ തുകകൾ തട്ടിയെടുത്തെന്നാണ് പരാതി. ന്യൂസ് 18 കൊല്ലം.